വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 750 ഗ്രാം പോർക്കിറച്ചി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തൊലിപ്പുറമുള്ള പോർക്കിറച്ചിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ഇതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാല നമ്മൾ അരച്ചിട്ട് നമ്മൾ പോർക്ക് റോസ്റ്റിലേക്ക് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി എടുക്കാം, അല്ലെങ്കിൽ മല്ലിയുടെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാലയായിട്ട് പെരിഞ്ചീരകവും കുരുമുളകും മാത്രമേ ചേർക്കണുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് പോർക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിന് ആ മസാല ഉണ്ടാക്കിയിട്ട് മസാല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് വേണം പോർക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളക് പതുക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകവും കുരുമുളകും മല്ലിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കാം. അത് മല്ലിയുടെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങ ചേർക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും ചേർക്കാം. തേങ്ങ ചേർക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, തേങ്ങ പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ പതുക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. തേങ്ങയുടെ കളർ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കൂത്തേക്ക് ഒന്ന് പോയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ മസാല അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോള ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വാടണം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ സവോളയ്ക്ക് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു സ്മെല്ലും കിട്ടും. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പും പോർക്കിറച്ചിയും ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. മൂടി വയ്ക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. പോർക്കിറച്ചി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. നല്ല വേവുള്ള പോർക്കിറച്ചിയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. പിന്നെ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ഗ്രേവി പോലെ ഇരിക്കരുത്, ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് പോർക്കിറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പോർക്കിറച്ചി ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ പോർക്കിറച്ചി ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഈ പോർക്കിറച്ചി നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. പോർക്കിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. തിരിയേഴും തെളിച്ച്